വെൽക്കം ടു ഇലക്ട്രിക്കൽ എജുസ് ആണ്. അപ്പോൾ തമ്പനയിൽ കണ്ട പോലെ തന്നെ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ഇലക്ട്രിക്കലിന്റെ ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജ് എന്ത് ഇപ്പൊ വന്നു തുടങ്ങിയിട്ടുണ്ട് അല്ലെ. അപ്പൊ ഈ ഒരു വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാണ്ട് പോകുന്ന ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും അതേപോലെ തന്നെ എത്ര വേക്കൻസീസ് ലേറ്റസ്റ്റ് ആയിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ അതിലേക്ക് പോകുന്നതിന് മുന്നേ ആർക്കൊക്കെയാണ് ഈ ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജ് വരിക എന്നുള്ളത് നമുക്ക് ഫസ്റ്റ് നമുക്ക് നോക്കാം. ആർക്കൊക്കെയാണ് വരിക? മെയിൻ ആയിട്ട് നമ്മളെ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ഇലക്ട്രിക്കലിന്റെ എക്സാം എഴുതിയിട്ട് അതിന്റെ ആ ഒരു എക്സാമിന്റെ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെടാൻ സാധ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് എന്ത് ചെയ്യുക, ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യാൻ മെസ്സേജ് വരുന്നുണ്ടാവുക. ഓക്കെ, സാധ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യാൻ മെസ്സേജ് വരുന്നുണ്ടാവുക. ഇപ്പം സബ് എഞ്ചിനീയറിന്റെ കേസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് ചെറിയൊരു ഉദ്യോഗാർത്ഥികളുടെ ഇടയിൽ ചെറിയൊരു ആശങ്ക ഉണ്ടായിരുന്നു. സെയിം ആശങ്ക ഈ ഒരു വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടറിന്റെ കേസിലും ഉദ്യോഗാർത്ഥികളുടെ ഇടയിൽ ഒരു ആശങ്കയുണ്ട്. അതെന്താണെന്നില്ലായിരുന്നു നമുക്ക് പറയാം. അപ്പൊ നമ്മൾ പറഞ്ഞു ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യാൻ ആർക്കൊക്കെയാണ് മെസ്സേജ് വരിക? ഒരു സർട്ടൻ ഒരു കട്ട് ഓഫ് PSC ഡിസൈഡ് ചെയ്തിട്ടുള്ള ആ ഒരു കട്ട് ഓഫിന്റെ മുകളിലുള്ളവർക്കാണ് എന്ത് ചെയ്യുക, ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യാൻ മെസ്സേജ് വരിക. അതായത് പട്ടികയിൽ ഉൾപ്പെടാൻ സാധ്യതയുള്ളവർക്ക്. ഓക്കെ, അപ്പൊ അങ്ങനെ വരുമ്പോൾ സബ് എഞ്ചിനീയറിന്റെ കേസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ സബ് എഞ്ചിനീയർ കേസിൽ എന്താ ഒരു 55 മാർക്കോ മറ്റാണ് കട്ട് ഓഫ് വന്നേക്കുന്നത് അല്ലെ, 55 മാർക്ക്. ഇപ്പൊ നോർമലായിട്ട് ഒരു എക്സാം എഴുതി 55 മാർക്കിന് മേലുള്ള എല്ലാവർക്കും എന്ത് ചെയ്യാം, ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യാൻ മെസ്സേജ് വന്നിട്ടുണ്ടാവും. അപ്പൊ അതില് വൺ ടൈം വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ട് PCN കിട്ടിയവരുണ്ടാവും, അതേപോലെ വൺ ടൈം വെരിഫിക്കേഷൻ കഴിയാത്തവരും ഉണ്ടാവും. അപ്പോ ആ ഒരു ഉദ്യോഗാർത്ഥികളുടെ ഇടയിൽ വന്ന ഒരു ആശങ്ക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം 55 മാർക്കിന് മേലെയുള്ള വൺ ടൈം വെരിഫിക്കേഷൻ കഴിഞ്ഞ കുറച്ച് പേർക്ക് എന്ത് ചെയ്യാം, മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ 55 മാർക്കിന് മേലെയുള്ള വൺ ടൈം വെരിഫിക്കേഷൻ കഴിഞ്ഞ കുറച്ച് പേർക്ക് എന്ത് ചെയ്യാം, മെസ്സേജ് വന്നിട്ടില്ല. അപ്പൊ അതെന്ത് ചെയ്യാം, ഉദ്യോഗാർത്ഥികളുടെ ഇടയിൽ ഒരു ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതെന്തുകൊണ്ടാണ് കുറച്ച് പേർക്ക് മാത്രം വൺ ടൈം വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ട് ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി മെസ്സേജ് വന്നത്, കുറച്ച് പേർക്ക് എന്താ വൺ ടൈം വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ടും ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി മെസ്സേജ് വന്നിട്ടില്ല. ആ ഒരു സർട്ടൻ മാർക്ക് ഉണ്ട് എന്നുണ്ടെങ്കിലും അപ്പൊ ഉദ്യോഗാർത്ഥികളുടെ ഇടയിൽ അങ്ങനെ ഒരു ആശങ്കയുണ്ടായിരുന്നു. അപ്പോ കുറെ പേര് എന്താ PSC ഓഫീസിലൊക്കെ വിളിച്ചിട്ടുണ്ട്. അപ്പൊ അവര് പറഞ്ഞത് അതൊരു ടെക്നിക്കൽ ഇഷ്യൂസ് ആയതുകൊണ്ടാണ് മെസ്സേജിന്റെ രീതിയിൽ നിന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് എന്താ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അതിന്റെ ഷോർട്ട് ലിസ്റ്റ് വന്നു. അതിന്റെ ഷോർട്ട് ലിസ്റ്റ് വന്നു. അപ്പൊ ഷോർട്ട് ലിസ്റ്റ് എന്ത് ചെയ്യാ, 55 മാർക്കിന് മേലെയുള്ള മെസ്സേജ് വരാത്തവരും കൂടി എന്ത് ചെയ്യാം, ആ ഒരു ഷോർട്ട് ലിസ്റ്റ് ഉണ്ട്. ഓക്കെ, ആ ഒരു ഷോർട്ട് ലിസ്റ്റ് ഉണ്ട്. അപ്പൊ ബേസിക്കലി ഞാൻ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടറിന്റെ കേസിലാണെന്നുണ്ടെങ്കിലും സർട്ടൻ ഒരു കട്ട് ഓഫ് മാർക്ക് ഉണ്ട് അല്ലെ, സർട്ടൻ ഒരു കട്ട് ഓഫ് മാർക്ക് ഉണ്ട്. അപ്പൊ വൺ ടൈം വെരിഫിക്കേഷൻ കഴിഞ്ഞ കുറെ പേരുണ്ടാവും. അപ്പൊ കുറച്ച് പേർക്ക് എന്താ കട്ട് ഓഫ് മാർക്ക് ഉള്ളവർക്ക് എന്താ മെസ്സേജ് വന്നിട്ടുണ്ട്, കുറച്ച് പേർക്ക് എന്താ മെസ്സേജ് വന്നിട്ടില്ല. അപ്പൊ നിങ്ങൾ ഇപ്പൊ എന്താ ഇതിനാലോചിച്ച് ടെൻഷൻ അടിക്കണ്ട. അത് നിങ്ങൾ ടെക്നിക്കൽ ഇഷ്യൂസ് ആയിരിക്കും മോസ്റ്റ്ലി ഉണ്ടാവുക. ഓക്കെ, അപ്പൊ ഫൈനലായിട്ട് എന്താ ഒരു ഷോർട്ട് ലിസ്റ്റ് വരുന്നുണ്ടാവും. പെട്ടെന്ന് തന്നെ ഷോർട്ട് ലിസ്റ്റ് ബേസ് ഇന്ത്യ പുറത്തിറക്കുന്നതാണ്. അപ്പൊ അതിൽ എന്ത് ചെയ്യാ, നിങ്ങൾക്ക് രജിസ്റ്റർ നമ്പർ വെച്ച് നിങ്ങൾക്ക് എന്താ ക്രോസ് വെരിഫൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇപ്പം ആ ഒരു സർട്ടൻ മാർക്ക് ഉണ്ട്, നല്ലൊരു മാർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ മെസ്സേജ് വന്നിട്ടില്ല എന്ന് വെച്ചാൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. കഴിഞ്ഞ സബ് എഞ്ചിന്റെ കേസിൽ എന്ത് ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അപ്പൊ ഫൈനലായിട്ട് ഷോർട്ട് ലിസ്റ്റ് വന്നതിന് ശേഷം എന്താ, നിങ്ങൾ ജസ്റ്റ് ഒന്ന് എന്താ രജിസ്റ്റർ നമ്പർ ചെക്ക് ചെയ്യുക, സെർച്ച് ചെയ്യുക എന്നുള്ളതാണ് അതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പൊ ഈ ഒരു കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആയി വിചാരിക്കണം. അടുത്ത കാറ്റഗറി നമ്പർ എന്ന് വെച്ചാൽ 678/2022 വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ഇലക്ട്രിക്കൽ ആണ്. 41,387 വരെയാണ് പേ സ്കെയിൽ വന്നിരിക്കുന്നത്. അപ്പം അതിൽ 14,583 പേരാണ് അപ്ലൈ ചെയ്തേക്കുന്നത്. അപ്പൊ അതിൽ ഏകദേശം 10,000-ഓളം ആ ഒരു റേഞ്ചിലാണ് എക്സാം അറ്റൻഡ് ചെയ്തേക്കുന്നത്. ഓക്കെ, അതിന്റെ വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ അത് കാണാത്തവരാണെങ്കിൽ കാണാൻ നമ്മളുടെ ഷെയർ ചെയ്യാം. അപ്പൊ ഇതിൽ ലേറ്റസ്റ്റ് ആയിട്ട് എത്ര വേക്കൻസീസ് ആണ് റിപ്പോർട്ട് ചെയ്യുന്നില്ല നോക്കാം. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് 12/9/2023 ലേറ്റസ്റ്റ് ആയിട്ട് ഒരു 7 വേക്കൻസി റിപ്പോർട്ട് ഉണ്ട്. അപ്പൊ ടോട്ടൽ 7 8 15 4 19 30 37 38 വേക്കൻസി ആണ് ഈ ഒരു ടൈമിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ കൗണ്ട് എന്തായാലും വേക്കൻസി എന്തായാലും ഇൻക്രീസ് ആവുന്നുണ്ട്. വെച്ചാൽ 3 വർഷം വാലിഡിറ്റി വരുന്നുണ്ട് അല്ലെ. സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യാം, 38 എന്നുള്ളത് സ്വാഭാവികമായിട്ടും കൂടുന്നുണ്ടാവും. അപ്പൊ ഇനിയിപ്പം ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നില്ല കാര്യം നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളുടെ വെരിഫിക്കേഷൻ, അതായത് നിങ്ങളുടെ ആധാർ അല്ലെങ്കിൽ എന്താ വോട്ടേഴ്സ് ID എന്താ നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടി വരും. ഓക്കെ, ആധാർ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ വോട്ടേഴ്സ് ID ഡീറ്റെയിൽസ്. ആധാർ എന്തായാലും കമ്പൽസറി ആണ്, അതിനുള്ള വോട്ടേഴ്സ് ID കൂടി അപ്ലോഡ് ചെയ്താൽ അതും കൂടി അത് വെരിഫൈ ചെയ്ത് കിട്ടുന്ന അത് നല്ലൊരു കാര്യമാണ്. പിന്നെ ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ SSLC, +2, ഡിപ്ലോമ അല്ലെങ്കിൽ BTech. ഓക്കെ, പിന്നെ ഉള്ളത് നിങ്ങളുടെ എന്തെങ്കിലും കാസ്റ്റ് സർട്ടിഫിക്കറ്റ് റിസർവേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ
സർട്ടിഫിക്കറ്റ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മളിപ്പോൾ എന്ത് ചെയ്യാം മെയിൻ ആയിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്യേണ്ടത്. അതായത് SLC, +2, അതായത് ഡിപ്ലോമ, ബിടെക്, പിന്നെ സർട്ടിഫിക്കറ്റ്സ്, റിസർവേഷൻ ഉണ്ടെങ്കിൽ അതിന്റെ സർട്ടിഫിക്കറ്റ്. അപ്പൊ ഇതിലിപ്പം നിങ്ങളിപ്പോ അവിടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഉണ്ടാവും അല്ലെ? അപ്പൊ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് അവിടെ ഇപ്പം വൺ ടൈം പാസ്വേഡ് വെച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെങ്കിൽ വരുത്താം. ഇപ്പൊ SLCന്റെ ഒക്കെ കേസിൽ കുറെ പേര് എന്താ ഫുൾ A+ ആണെങ്കിൽ 95% അല്ലെങ്കിൽ 90% ഒക്കെ കൊടുത്തിട്ടുണ്ടാവും. പക്ഷെ അവിടെ എന്താ നിങ്ങൾ അവരെ നോട്ട് അപ്ലിക്കബിൾ എന്ന് പറഞ്ഞ് കൊടുക്കുന്നതായിരിക്കും ബെറ്റർ ആയിട്ട് ഉണ്ടാവുക. അതേപോലെ +2ന്റെ കേസിൽ നമുക്ക് നോട്ട് അപ്ലിക്കബിൾ എന്ന രീതിയിൽ കൊടുക്കാം, അല്ലെങ്കിൽ എന്താ അവിടെ +2ന്റെ മാർക്ക് വേണമെങ്കിൽ കൊടുക്കാം. ഓക്കെ, അപ്പൊ നോട്ട് അപ്ലിക്കബിൾ എന്ന് പറഞ്ഞ് കൊടുത്താലും മതിയാവും. അപ്പൊ അതൊന്നും നമുക്ക് എന്താ പാസ് ആവണം എന്നല്ലേ പറയുന്നുള്ളൂ. പിന്നെ ഇതിലിപ്പം ഇഷ്യൂയിങ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂയിങ് അതോറിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അത് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഏറ്റവും അവസാനം സീൽ ഉണ്ടാവും. ആ സീലിന്റെ അവിടെയുള്ള ഇഷ്യൂയിങ് അതോറിറ്റി എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് അവിടെ കൊടുക്കാം. അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് കേരള എന്നുള്ള രീതിയിൽ SLC +2 നിങ്ങൾക്ക് അവിടെ കൊടുക്കാം. അതുപോലെ ഡിപ്ലോമ, ബിടെക്, അപ്പൊ നിങ്ങൾ ഏത് യൂണിവേഴ്സിറ്റി കണ്ടലാണെങ്കിൽ ബിടെക് എന്ന് വെച്ചാൽ അത് എഴുതുക. അതേപോലെ എത്ര പെർസെന്റേജ് ആണെന്ന് വെച്ചാൽ പെർസെന്റേജ് എന്നുള്ള കാര്യത്തിൽ കൃത്യമായിട്ട് തന്നെ അത് എഴുതുക. അതിലൊന്നും നിങ്ങൾ എന്താ കൂട്ടോ കുറക്കൊന്നും ചെയ്യാതെ എക്സാക്ട് ആ പെർസെന്റേജിന് തന്നെ നിങ്ങൾ എന്താ മാർക്ക് ചെയ്യുക. ഓക്കെ, അതേപോലെ ബിടെക്കിന്റെ കൂടെ കൺസോൾഡേറ്റ്, അതായത് ബിടെക്സിന്റെ കൂടെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന കൺസോൾഡേറ്റഡും അതേപോലെ ഡിഗ്രി സർട്ടിഫിക്കറ്റും ആണ് വേണ്ടി വരിക. അപ്പോ അതിന്റെ കൂടെ എല്ലാത്തിന്റെയും സെമ്മിന്റെയും മാർക്ക് ഷീറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി വേണമെങ്കിൽ അപ്ലോഡ് ചെയ്യാം. അതും കൂടി അപ്ലോഡ് ചെയ്താൽ കുറച്ചുകൂടി ബെറ്റർ ആണ്. ഓക്കെ, അല്ലാതെ കൺസോൾഡേറ്റും ഡിഗ്രി സർട്ടിഫിക്കറ്റും കൂടി അപ്ലോഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഇതിൽ മെയിൻ ആയിട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടത്. അതുപോലെ ആധാർ, വോട്ടേഴ്സ് ഐ ഡി. ഓക്കെ, പിന്നെ SLC, +2, ഡിപ്ലോമ അല്ലെങ്കിൽ ബിടെക്, ഏതൊക്കെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണമെന്നില്ല നിങ്ങൾക്ക് എന്ത് ആ ഒരു മെസ്സേജ് ഉണ്ടാവും. മെസ്സേജ് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും. അത് നിങ്ങൾ ചെക്ക് ചെയ്യാം. ഓക്കെ, അതേപോലെ എക്സ്പ്രഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒരു സർട്ടിഫിക്കറ്റും കൂടി അപ്ലോഡ് ചെയ്യാം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്കിവിടെ പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ നമുക്കിവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.